ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു ദൈവം തൻ്റെ മഹത്വത്തേക്കാൾ മുൻപ് തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നു. അവിടുന്ന് കരുണയുള്ളവനാണ്, അവിടുന്ന് കൃപയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്. ഈ ദൈവത്തെ അറിയുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം. സർവശക്തനായ ദൈവമേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്ന ആ വലിയ കൃപയ്ക്കായി നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ അങ്ങയുടെ കരുണയും വിശുദ്ധിയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയട്ടെ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 34 അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. നിന്നോടുകൂടി ആരും കയറരുത്, പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിനരികെ ആടുകളോ കന്നുകാലികളോ മേയുകയുമരുത്. അങ്ങനെ മോശ മുമ്പിലത്തേവ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിലെടുത്തുകൊണ്ടുപോയി. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുൻപാകെ കടന്ന് ഘോഷിച്ചതെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാലേ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. കർത്താവേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ, എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ആദ്യ കൽപ്പലകകൾ തകർന്ന ശേഷം ദൈവം മോശയോട് വീണ്ടും 2 കൽപ്പലകകൾ തയ്യാറാക്കുവാൻ ഈ തിരുവചന ഭാഗത്തിൽ പറയുന്നു. ഇതൊരു വലിയ പ്രത്യാശയുടെ സന്ദേശമാണ്. പരാജയം ദൈവത്തിൻ്റെ കഥയുടെ അവസാനമല്ല. മനുഷ്യൻ തകർത്തത് ദൈവം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശേഷം ദൈവം തൻ്റെ നാമം പ്രഖ്യാപിക്കുന്നു. കരുണയും കൃപയും നിറഞ്ഞ ദൈവം, കോപത്തിന് താമസമുള്ളവൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും സമ്പന്നൻ. ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം. അവിടുന്ന് വിശുദ്ധനാണ്, എന്നാൽ അതേസമയം തന്നെ കരുണയുടെ സമുദ്രവുമാണ്. ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മുടെ പാപം കാണുന്നവനാണെങ്കിലും മാനസാന്തരപ്പെടുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നതാണ്. മോശ ഉടൻ തന്നെ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചു.
യഥാർത്ഥ ദൈവാനുഭവം എപ്പോഴും ആരാധനയിലേക്കും വിനയത്തിലേക്കും നമ്മെ നയിക്കും. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പരാജയങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ കരുണ എന്നും പുതുതാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ അളവറ്റ സ്നേഹത്തിനും ക്ഷമയ്ക്കും നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. മനസാന്തരത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അങ്ങയുടെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കരുണയുടെ നിഴലിൽ ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.